ഒരൊറ്റ കയ്യിൽ കൊണ്ട് എത്തിച്ചു, മറ്റൊരു വഴിയില്ല, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അല്ലേ? അതെ അതെ അതെ. ഇത് നിങ്ങളുടെ വൃത്തികേടുകൾ എൻ്റെ മേലിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യം തന്നെയാണ്. അതുണ്ട്. അതെ, കുറെ പേടിത്തൊണ്ടന്മാരുടെ കാര്യമാണ്. ഡെഫിനറ്റ്ലി അതെ. 20 വർഷം ആയി ഹണി ഈ പറഞ്ഞ പോലെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, തുടക്ക സമയത്ത് ഇതുപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരാളാണ്, പെട്ടെന്ന് പ്രതികരിച്ച് നോ എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ്. ഹണിക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല, ടു ബി ഫ്രാങ്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പടങ്ങൾ വന്നാൽ ചെയ്യും, അത് ഭയങ്കര ആഗ്രഹമാണ്, സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി അങ്ങനെ നഷ്ടപ്പെടും, അതിന് പല റീസൺസ് ഉണ്ടാവും. ഇതൊരു റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ പല പല റീസൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ആ സിനിമയ്ക്ക് ആപ്റ്റ് അല്ല, അല്ലെങ്കിൽ ഇവർ വേണ്ട. ചില സിനിമയിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരു അറ്റത്തെത്തിയിട്ട് കയ്യിൽ നിന്ന് പോകുന്ന സിനിമകളൊക്കെ ഉണ്ട്, അതിനൊക്കെ പല പല റീസൺസ് ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ അതിൽ വലിയ ബോധേഡല്ല, എനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ എനിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നൊരു ആളാണ് ഞാൻ. ഇത് പോയാൽ അതിലും നല്ലത് എന്തോ വരാനിരിക്കുന്നു എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അതിൽ വലിയൊരു എന്താ പറയുക, അതിൽ ടെൻഷൻ ആവുന്ന ആളെയല്ല. വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ പിന്നെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് വലിയ റെലവൻസ് ഇല്ല, എങ്കിലും ഹണിയുടെ ഈ കേസ് നിയമ പോരാട്ടത്തിന് ശേഷം ഒരു പ്രതികാരം കാണിക്കുന്നത് പോലെയാണ് ബോബി ചെമ്മണ്ണൂർ. കുംഭമേള വൈറലായിട്ടുള്ള സുന്ദരിയെ കൊണ്ടുവരുന്നു, മോനി വോൺസിലെ കൊണ്ടുവരുന്നു, ഓൺലൈൻ ഈ PR വർക്കുകാർ മുഴുവൻ വന്നിട്ട് കണ്ടില്ലേ ഹണി പോയാൽ മോണാലിസ വരും എന്ന് പറയുന്ന ഒരു കാര്യം കണ്ട് ചിരിക്കാനാണ് തോന്നിയത് ആ സമയത്ത്, ആണോ? ഞാൻ അതിലെ ആ രീതിയിലൊന്നും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അദ്ദേഹം, ഞാൻ എൻ്റെ അടുത്ത് എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ടിനെയാണ് ഞാൻ ഫേസ് ചെയ്ത് മുമ്പോട്ട് വന്നത്. അതിനപ്പുറത്തേക്ക് അത് വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ബിസിനസ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അതെല്ലാം വ്യക്തിപരമായ ഒരു വിഷയം മാത്രമാണ്. ഞാൻ അതിലേക്ക് പോയി ഇൻവോൾവ് ചെയ്യേണ്ടതോ അവരാരെ കൊണ്ടുവന്നാലും ഞാനതിൽ പോയി അത് എനിക്കെതിരെയാണ് എന്നൊക്കെ, ഇനി അങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ട് ആ കുട്ടിക്കൊരു ഗുണമുണ്ടായെങ്കിൽ നല്ല കാര്യമല്ലേ? സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഒത്തിരി ആളുകൾ വരട്ടെ. ഇത് ഹണി റോസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണോ ഉദ്ഘാടനം? എത്രയോ ആളുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പം ഞാൻ എത്ര നാൾ എനിക്കിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിയും നമുക്കറിയില്ല. എനിക്ക് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുറേ ഇനിയും നല്ല ആളുകൾ വരണം, താല്പര്യമുള്ളവർ ചെയ്യണം, ചെയ്യാതിരിക്കണം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഒരു വലിയ കരാർ അല്ല ഒരു കോൺട്രാക്ട് ഈ പോരാട്ടം വഴി നഷ്ടമായി അങ്ങനെ പറഞ്ഞവരുമുണ്ട്. ഹണി എപ്പോഴെങ്കിലുമൊക്കെ അതിലൊരു പശ്ചാത്തപിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ? സോറി, എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരു കോൺട്രാക്ട് ആണല്ലോ പോയത്, ഒരു നോട്ട് ഈവൻ എ ബിറ്റ്. എനിക്ക് അങ്ങനെ യാതൊരു റിഗ്രറ്റും ഈ കടന്നുപോയ വിഷയങ്ങളിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എപ്പം ഇരുന്ന് ചിന്തിച്ചാലും എന്ത് കാര്യം നഷ്ടപ്പെട്ടു, എനിക്കൊന്നും നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല. അത് വേറെ കാര്യം. ഇനി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ളത് മുമ്പിൽ വരാനുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ മുമ്പ് ഇപ്പം ഹണി ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിൽ നടക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഹണി റോസ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുന്നു. അതിന് മുൻപ് ഹണിയുടെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ മെറിറ്റ്, അതിൽ കൂടുതൽ അങ്ങനെയാണ് ഹണിയെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് പല മീഡിയകളൊക്കെ. അന്നത് ഓക്കെ ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. അതിനകത്ത് ഒരാളുടെ ശരീരത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല കമൻസ് കേൾക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അത് മോശം കമൻ്റായിട്ട് പോകുമ്പം അത് ഏത് രീതിയിൽ പ്രയോഗിക്കണം എന്നതും കൂടിയുണ്ട്, ഇല്ലേ? ഭയങ്കര വൃത്തികേടും ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് ഭയങ്കര ഹറാസ് ചെയ്യുന്ന രീതിയിൽ, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ അത് ഒരു ആഘോഷമാക്കി മാറ്റുന്ന ലൈംഗിക വൈകൃതമുള്ള കുറേ ആളുകൾ ഉണ്ടെങ്കിൽ, അത് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എനിക്കെതിരെ എന്നല്ല, ആർക്കുമെതിരെ ഉണ്ടാവാൻ പാടില്ല. ഒരാളുടെ ശരീരം കൊണ്ട്, എൻ്റെ ശരീരം നിങ്ങളുടെ കണ്ണുവെച്ച് നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാനില്ല. ഉണ്ടോ? നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കുടുംബത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? അത് ഇല്ല, ഒരു രീതിയിലുമില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ മുമ്പിലിരുന്നിട്ട് എന്നെ തെറി വിളിച്ചാൽ അതെന്നെ അഫക്റ്റ് ചെയ്യും, ഇല്ലേ? അതെന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ക്രൈമാണ്. എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് എനിക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. അതിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലെനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇവിടെ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിലുള്ള വസ്ത്രം തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വസ്ത്രം ഇട്ടിട്ടല്ല വരുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. അതിനെന്താ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ശരീരം ഏതൊക്കെ രീതിയിൽ പ്രൊജക്റ്റഡ് ആണോ, ഏതൊക്കെ രീതിയിൽ ഇരിക്കുന്ന എൻ്റെ അവയവങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇരിക്കുന്നു, അതിലെല്ലാം ഞാൻ കംഫർട്ടും ഞാൻ ഹാപ്പിയുമാണ്, ഞാൻ പ്രൗഡുമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈ ഭയങ്കര വൈറലായ ചില ഞാനും അത് കണ്ടിട്ടുണ്ട്. പഴയ ഹണി ഇങ്ങനെയാണ് എന്ന് കരുതിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം ലേഡിയെ സംബന്ധിച്ചിടത്തോളം. ഈ ഹണിയിൽ നിന്ന് ആ ഹണിയിലേക്ക് ആ സ്വന്തമായിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ അത് ഭയങ്കര എൻജോയ് ചെയ്യും, ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി. അത് ഒന്നാമത് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രി ഇതാണ്, സിനിമ ഇൻഡസ്ട്രിയാണ്, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണ്. അവിടെ അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ ആക്ടിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ആസ് ആൻ ആക്ടർ അത്രയും രസമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരീരം. ഞാൻ 15 വയസ്സുള്ളപ്പോഴാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അന്നത്തെ ഫോട്ടോ എടുത്തിട്ടാണ് അവർ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ആ മാറ്റങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കര പ്രൗഡാണ് ആ മാറ്റങ്ങളിലെല്ലാം. ഇനിയും മാറ്റങ്ങൾ വരും എന്തായാലും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ആളുകളെ തെറി വിളിച്ചൊന്നും നടക്കുന്നതല്ലല്ലോ. ഇത്രയും വൃത്തികേട് ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഇതുണ്ട്. നമുക്ക് ആ ഒരു ഐഡിയോളജി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ശരീരം നോക്കി ഞാൻ ഹാപ്പിയായി എല്ലാ ആളുകളുടെ അടുത്തും മാന്യമായി പെരുമാറി സന്തോഷത്തോടെ നടക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇത്രയും തെറി കേൾക്കുന്നത്? അപ്പം ഇതിനകത്ത് ചോദിക്കും, പണ്ട് സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ പോലും അങ്ങനെ പോലും ഇടാതിരുന്ന ഒരു കുട്ടി ഇങ്ങനെ വസ്ത്രം ഇട്ട് തുടങ്ങി, അപ്പോൾ പിന്നെ ഈ വിമർശനമൊക്കെ കേൾക്കില്ലേ എന്ന് പറയുന്ന കുറേ ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. അവർക്കുള്ളൊരു മറുപടി കൂടി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സാധനം, ബേസിക് സാധനം നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു. സ്ലീവ്ലെസ് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വന്ന ജീവിത സാഹചര്യം വ്യത്യസ്തമായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നു, ആളുകളെ കാണുന്നു, പല ആളുകളെ കാണുന്നു, പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു. ഒന്നും അല്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എത്രയോ കുട്ടികൾ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നു. അവരെന്ത് രസകരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന ആളുകളാണ്. അവിടെയൊന്നും ഈ ഡിസ്കംഫർട്ട് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങളെ ശരീരത്തെ ഇങ്ങനെ ഫോക്കസ് ചെയ്തും അതിൽ തുറിച്ച് നോക്കാനും സ്റ്റെയർ ചെയ്യാനും ആളുകളുള്ളപ്പോഴും, ഇതേപോലെ വൃത്തികേടുകൾ പറയാൻ ആളുകൾ ഉള്ളപ്പോഴുമാണ് ഇതെല്ലാം ഒരു പ്രശ്നമായി മാറുന്നത്. അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടായിട്ട് നമ്മുടെ ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വേണം ഇവിടെയുള്ള നമ്മുടെ ആളുകളെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേറൊരാളുടെ ലൈഫിലേക്ക് കിടന്ന് കയറി എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ തലയിലുള്ള ഐഡിയോളജി എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി വെക്കാൻ ശ്രമിക്കാതെ ലെറ്റ് ദം ലീവ് എന്നുള്ളതാണ്. വളരെ ജനറൽ വെർബൽ അബ്യൂസ് നടത്തുന്ന പലർക്കുമുള്ള മറുപടികൾ ഹണിയുടെ ഇതിനകത്തൊക്കെ ഉണ്ട്. അത് ആരെങ്കിലും പറയണമെന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെ അതിലൊരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ഹണിയുടെ മറുപടി അതിനകത്ത് വേണം. ഈ പറയുന്ന വിമർശനം പറയുന്ന ആൾക്കാർ ആദ്യം ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ചോദിക്കാം, വച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത്, പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച് വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം? ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത്? എന്നെ മാത്രം ബാധിച്ചാൽ പോരെ? ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ 100% പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ്. ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട്. അത് എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത്, വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ്. ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ്. ഇങ്ങനെ നിങ്ങൾ കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി വിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. അവിടെ നിന്ന് ശക്തമായ നിയമമുണ്ട്.
ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ജോലികൾ ചെയ്യും. അപ്പം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ബേസിക് എന്താ പറയുക ഒരു കാര്യമാണ് നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലേ. അതിന് ചില നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ്. നമ്മളൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, പ്രായമായ ആളുകളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം, ഇത് ഫാമിലിയിൽ നിന്നും നമ്മളെ സ്കൂളുകളിൽ നിന്നായാലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊന്നൊരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ മുമ്പോട്ട് പോകണം എന്ന് തോന്നുന്നു. അപ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട്. ഞാൻ വേറെ ഒരാളെയും ഉപദ്രവിക്കാൻ പോവാത്തിടത്തോളം കാലം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്. അത്തരം ചോദ്യങ്ങൾക്ക് പോലും ചിരിച്ചുകൊണ്ട് ആണ് ഹണി പറയുന്നത്. ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യമാണ് ആ കോൺഫിഡൻസിന് കാരണം അല്ലേ? ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഇപ്പം എനിക്ക് എൻ്റെതായ ശരികളുണ്ട്. അതിപ്പോൾ നിങ്ങൾക്കെല്ലാം ഓക്കെ ആവണം എന്നില്ല. എനിക്ക് അങ്ങനെ ജീവിക്കാനും പറ്റില്ലല്ലോ. എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ ജീവിതമല്ലേ, എൻ്റെ ലൈഫല്ലേ. ഇതിലേക്ക് കൈയിട്ട് വരരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ വേറെ ഒരാളെ ഉപദ്രവിക്കാൻ പോകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉണ്ടാവണം ഇവിടെ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ ഒന്നും കഴിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരി തെറ്റ് എന്നുള്ള കാര്യത്തിലല്ല. ഞാൻ പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ പല നെഗറ്റീവ് കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ റിംഗ് മാസ്റ്റർ. അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഒരു പേടിയില്ലേ ആളുകൾ ഇതെങ്ങനെ എടുക്കും, ആ ഒരു ഇമേജ് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് കൺസേൺ ഇല്ല എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം നമ്മളെപ്പോഴും നന്മ മരങ്ങളെയും നല്ല ആളുകളെയും മാത്രം റെപ്രസെൻ്റ് ചെയ്തേ കാണുന്നുള്ളൂ. അങ്ങനെ അല്ലാത്ത പലതരം വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ജീവിക്കുന്നത്. അപ്പം നമ്മളവരെല്ലാം എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സിനിമയിൽ കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കേണ്ടത് എന്ന് എനിക്കിപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ റിയൽ ലൈഫിലും അതാണ്. ഞാൻ ചെയ്യുന്നത് മുഴുവൻ ശരിയോ എന്ന് ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാനൊന്നും നമുക്ക് ആർക്കും പറ്റത്തില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസാക്ഷിയിൽ ശരിയാണ്. അപ്പം അത് ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പം അങ്ങനെ മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ. വളരെ പാഷനേറ്റ് ആണ് സിനിമയെക്കുറിച്ച്. സിനിമ ഇപ്പം ഈ പറഞ്ഞ പോലെ ചില റോളുകളല്ലാതെ ഹണി റോസ് എന്നൊരു ഒരു ആക്ട്രസിനെ ഇനിയും ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ല സിനിമ. അത് ഇപ്പം പറഞ്ഞ പോലെ സ്ട്രഗ്ലിംഗ് ആണ്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിൽ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇനിയുള്ള സമയത്ത്? അതൊരു പോസിറ്റീവ് തോട്ട് തന്നെയാണ് ഇപ്പോഴും സിനിമയെ. ഡെഫിനറ്റ്ലി എനിക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണുള്ളത്. സിനിമയിലും ഇനി മുമ്പോട്ടും ഇതിലും ഇതുവരെയും ഇതിലും മനോഹരമായ സമയങ്ങളാണ് മുമ്പോട്ട് വരുന്നതെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. സിനിമ എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടവും അത്ര ജീവനുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഞാൻ എൻ്റെ മൈൻഡിലേക്ക് വരാറുള്ളൂ എപ്പോഴും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഭ്രാന്തമായ ഒരു കാര്യത്തിൻ്റെ പുറകെ അലഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറലി നമ്മളിലേക്ക് എത്തിച്ചേരണം എന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നോക്കാം നമുക്ക്. നന്മ മരങ്ങൾ മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഉള്ളിൽ അങ്ങനെ ചെയ്യണം എന്ന് ഉള്ളിൽ വിചാരിച്ചു കിടക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും നമുക്കിനി എടുത്ത് അത് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ബയോപിക്കുകളൊക്കെ ചിലപ്പം ആരുടെയെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം നമുക്ക് മനസ്സിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വ്യത്യസ്തമായ ബയോപിക്കാണ് ഒന്ന് ഷെയർ ചെയ്യും. ഉള്ളിൽ കാണും ആരോ കറക്റ്റ് ഉണ്ട് തലയില്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ല. അല്ല, 1-2 പേരുടെ ആരാന്ന് ഞാനിപ്പോ പറയുന്നില്ല. ഒരു ക്ലൂ, ഒരാളുടെ രണ്ടുപേരുണ്ടല്ലോ, ഒരാളുടെ പേര് പറഞ്ഞത്. ഇല്ല, ആമിയുടെ ഒരു ബയോപിക് മഞ്ജു ചേച്ചി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇടയ്ക്ക് ഇങ്ങനെ മൈൻഡിലേക്ക് വന്നിരുന്നു. അങ്ങനെ 1-2 തോട്ട്സ് ഉണ്ട്. ബട്ട് അതൊന്നും പ്രാക്ടിക്കൽ ആവുമോ ഇല്ലയോ എന്ന് നമുക്കറിയാത്ത കാര്യങ്ങളാണ്. സംഭവിക്കട്ടെ. തെലുങ്ക് സിനിമയിലും അത് പക്ഷേ അത് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരുന്നതാണോ, അതോ അവിടെയും ഒരു വിജയം വളരെ എളുപ്പത്തിൽ കയ്യിൽ കിട്ടാതിരുന്നതാണോ? കുറച്ച് നല്ല അവിടുത്തെ ഞാൻ ചെയ്ത മൂവി ഭയങ്കര വിജയമായിരുന്നു. അത് അത്രയും ആളുകൾ ഇഷ്ടപ്പെടുകയും നമ്മൾ അത് കഴിഞ്ഞിട്ട് പല ഫംഗ്ഷൻ അവിടെ ചെയ്യുകയും അപ്പോഴൊക്കെ നമുക്കറിയാം ആളുകളുടെ നേരിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഈ ഇനോഗ്രൽ ഫംഗ്ഷൻസ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അവരുടെ ഒരു സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത്.
പക്ഷേ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പം അതേപോലെ നല്ല രസകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള സാധനങ്ങൾ വരാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷൻ ഇത് വേണ്ട, ഇതിലും നല്ലത് വരാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ വന്നതിലും കുറച്ചും കൂടെ ബെറ്റർ സാധനം വരാനായിട്ട്. ചിലപ്പോൾ അത് വരാം, ചിലപ്പം വരാതിരിക്കാം, പക്ഷെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പം തെലുങ്ക് ഇൻഡസ്ട്രി അവിടെ തന്നെയുണ്ട്, ഞാനും ഇവിടെ ഉണ്ട്. സിനിമ എപ്പോഴും പ്രധാന ഫോക്കസ് ആയിട്ട് നിൽക്കുകയാണ് ഹണിയുടെ. ഈ ഉദ്ഘാടനങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ സിനിമയിൽ ചാൻസ് കുറയാനൊരു സാധ്യതയുണ്ടോ? ഈ നിങ്ങൾക്ക് ഇപ്പം ചില ഈ പറഞ്ഞ കമൻറ്റുകളാണ്, നിങ്ങൾക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുന്നതെന്നും കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ കൂടുതലത് വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പോഷർ വരികയാണ്. അപ്പം അതനുസരിച്ച് ഒരു പക്ഷേ അങ്ങനെ ഒരു ചാൻസ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ടോ? വേറൊരു പണിയും ഇല്ലാത്തത് കൊണ്ട് ഉദ്ഘാടനത്തിന് പോകുന്നെന്നോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. ഉദ്ഘാടനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു മാസം ഒരു ഉദ്ഘാടനമെങ്കിലും ഇല്ലെങ്കിൽ ഒരു സുഖമില്ലാതെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ട് മാത്രം മെയിൻലി ഞാൻ ചെയ്യുന്നതാണ്. അതല്ലാതെ എനിക്കിപ്പം എത്രയോ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യാം, എത്രയോ ഓഫേഴ്സ് വരുന്നതാണ്, സ്റ്റേജ് ഷോസ് ചെയ്യാം, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു 20 വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും ഏറ്റവും കുറവ് US-ലൊന്നും ഞാൻ ഇതുവരെയും ട്രാവൽ ചെയ്തിട്ടേ ഇല്ല. ട്രാവൽ ചെയ്യാത്തൊരു വ്യക്തി ഞാനായിരിക്കും, വളരെ കുറവാണ്. ഞാൻ പോയേക്കുന്നത് പുറത്തേക്ക് പോയി ചെയ്തിട്ടുള്ള എല്ലാം ഇനോഗ്രൽ ഫംഗ്ഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഒരു സ്റ്റേജ് അപ്പിയറൻസ്, ഒരു പെർഫോമൻസ് ആയിട്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. നമുക്കിപ്പം റവന്യൂ ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. വെറുതെ ഇരിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമ്മളെ വിളിക്കുന്നത് കാസിനോസിൻ്റെ നമ്മളെ സമീപിക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഫങ്ഷൻസ്, ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആയിരിക്കാം, വെഡ്ഡിങ്ങുകളായിരിക്കാം, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ഓഫർ ചെയ്ത് വിളിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പം നമ്മളത് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാറ്റഗറി ഡെഫിനറ്റ്ലി ഉണ്ട്. അത് നമ്മുടെ ഒരു എത്തിക്സിൻ്റെയും നമ്മുടെ ഈ പറഞ്ഞില്ലേ മനസ്സാക്ഷിയെ നമ്മൾ ബോധിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ഒരു എത്തിക്സ് നോക്കി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും ഇനോഗ്രൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നൊരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പണം മാത്രമല്ല, നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ. പിന്നെ പണം കിട്ടുന്നു എന്നുള്ളത് അതിൻ്റെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അതിൽ ഒരു പോയിന്റ് പോലും പ്രശ്നമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്നെ പോലെ തന്നെയാണ് ബാക്കി നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും. ആർക്കും ഒരു വ്യത്യാസവുമില്ല. എനിക്കിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, ആ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്യുന്നു. ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാതെ ഞാൻ വീട്ടിലിരുന്നാൽ ആർക്കും ഒരു ഗുണമില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് കിട്ടുന്ന പണം വാങ്ങിച്ച് വേറെ ഒരാൾക്ക് കൊടുക്കാം. കാരണം നമ്മുടെ നാട്ടിൽ പൈസ ഇല്ലാതെ, ഭക്ഷണത്തിന് വകയില്ലാതെയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ റിയാലിറ്റിയാണ് ലൈഫിൻ്റെ. ഇപ്പം നാളെ എനിക്കിപ്പോൾ കിട്ടുന്ന എല്ലാ പ്രിവിലേജിലും എനിക്ക് നാളെ ജീവിക്കാൻ പറ്റണം എന്നില്ല. ഈ പൈസ എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ലൈഫിൽ. അപ്പം അതിന് ഓപ്പർച്യൂണിറ്റി ഉള്ള സമയം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കുട്ടിക്കാലത്ത് അങ്ങനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയതായിട്ട് പറഞ്ഞു കേട്ടു. അത് ഉള്ളിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അത് നമ്മുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മളത് കാണുമ്പം അത് നമ്മുടെ മനസ്സിലിങ്ങനെ പതിക്കും. അത് കാരണം നമ്മുടെ റിലേറ്റീവ്സ് ആയാലും അതുവരെയും ഭയങ്കര സ്നേഹമായിട്ട് ഇഷ്ടമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ അത്രയും സ്നേഹമായിട്ട് പെരുമാറുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് അവരുടെ സ്വഭാവം മാറും. അതെല്ലാം ഈ പണത്തിൻ്റെ ഒരു പവറാണ്. ആ പണം കൊണ്ട് മാറുന്നതാണ്. എല്ലാ ബന്ധങ്ങളെയും മാറ്റി മറിക്കാനുള്ള ഒരു കഴിവ് ഈ സാധനത്തിനുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത് ബ്രില്യൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എന്താ പറയുക ഉത്തരവാദിത്തം തന്നെയാണ്. പലതരം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് പ്ലസൻറ്റ് ഫേസിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനതിൽ ഗിവ് അപ്പ് ചെയ്യില്ല, ഐ എം ലൈക്ക് ദിസ് എന്ന് പറയുന്ന ആൾക്കാരെ അധികം കണ്ടിട്ടില്ല. ഒരു കോൺസ്റ്റൻറ്റ് ഫൈറ്ററാണല്ലേ? എനിക്കറിയില്ല, എന്നെ അങ്ങനെയൊന്നും ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളൊരു പ്രശ്നത്തിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് വേറെ വഴിയില്ല, ഇറങ്ങും. പക്ഷെ ഇറങ്ങാൻ ഭയങ്കര താമസം എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് വേണോ വേണ്ടയോ പലതവണ ആലോചിച്ച് മാക്സിമം ഒഴിവാക്കി വിടാവുന്ന, നമുക്ക് ക്ഷമിച്ച് വിട്ട് കളയാൻ കഴിയുന്ന രീതിയിലെല്ലാം ഇങ്ങനെ മാറ്റി അവോയ്ഡ് ചെയ്ത് കളയാനുള്ളതെല്ലാം അങ്ങനെ കളഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് ഇനി വയ്യ എന്നുള്ളൊരവസ്ഥയിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാനൊരു ട്രിക്കി ക്വസ്റ്റ്യൻ വയ്ക്കാം. സ്ത്രീ പുരുഷ സമത്വം ആണോ ഹണി പ്രിഫർ ചെയ്യുന്നത്, അതോ സ്ത്രീ പുരുഷനേക്കാൾ ഒരല്പം താഴെയാണ് നിൽക്കുന്നത്? എന്താണ് ഹണി ശരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എൻ്റെ വീട്ടിൽ
ഞാനും അച്ഛനും അമ്മയും ആ 3 പേരും ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അവിടെ ഒരു സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ളൊരു വേർതിരിവ് ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ വരാറില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് അവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനായതുകൊണ്ട് അയാൾ എൻ്റെ തലയ്ക്ക് മേളിൽ കയറി നിന്ന് എന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും വരികയിൽ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മനുഷ്യരതെ ആരായാലും നിങ്ങൾ എന്തായാലും ഈക്വൽ റൈറ്റ്സ് എന്നുള്ളൊരു സാധനം, ഈക്വൽ റെസ്പെക്റ്റ് എന്നുള്ളൊരു സാധനം ഭയങ്കര അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. പലതരം റിപ്പോർട്ടുകൾ വരുന്നതിനിടയിൽ ഹണി റോസ് വിവാഹിതയാവാൻ പോവുകയാണ്, അങ്ങനെ ഒരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടോ സത്യം എന്തെങ്കിലും? ഉണ്ടാവട്ടെ, മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്, അമ്മയ്ക്കാണത് ഏറ്റവും ആഗ്രഹം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നല്ലൊരു ആള് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ നല്ലൊരാളിലാണ് ഈ പ്രശ്നം കിടക്കുന്നത് മുഴുവൻ. നമ്മളെങ്ങനെ ഒരു നല്ലൊരാളെ എങ്ങനെ കണ്ടുപിടിക്കും എന്നിടത്താണ് എനിക്കും പ്രശ്നമുള്ളത്. അപ്പം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ പോകാൻ കഴിയുന്ന, അതിൽ നിൽക്കാൻ പറ്റുന്ന ആളെ അല്ല ഞാൻ. നമുക്ക് നമ്മുടെ സ്വഭാവത്തെ പറ്റി അറിയാം, നമുക്ക് ഓരോരുത്തരും അങ്ങനെയാണല്ലോ, നമ്മളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സമീപിക്കുന്ന ആളെ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരാളെ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളെ അതെനിക്ക് 100% ഇയാളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്നൊരു തോന്നൽ വന്നാൽ, അദ്ദേഹത്തിനും അങ്ങനെ ഒരു തോന്നൽ വന്നാൽ നോക്കാം. ഇതുവരെ പ്രണയം ഉണ്ടായിട്ടേ ഇല്ല? പ്രണയം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വിരഹമുണ്ടായിട്ടുണ്ട്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ജെനുവിൻ ആയിട്ടുള്ള, ലോയൽ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഒന്നും എനിക്ക് ഡീൽ ചെയ്യാനേ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഒരു ബന്ധത്തിൽ പോയി അനാവശ്യ പ്രശ്നങ്ങളും നമുക്ക് അനാവശ്യ ടെൻഷനും നമ്മളെ BP കൂട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കാരണം ഞാൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സമാധാനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എനിക്ക് ഇങ്ങനെ മനസ്സമാധാനം തന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. തെലുങ്കിലും തമിഴിലൊക്കെ അഭിനയിക്കുകയും ആരാധകരൊക്കെ ഉള്ള ഒരാളാണ് ഹണി. മലയാളി പുരുഷന്മാർ പൊതുവെ ഹിപ്പോക്രാറ്റ്സ് ആണെന്നുള്ളൊരു വിമർശനമൊക്കെ വരാറുണ്ട്. അങ്ങനെ ഹണി കരുതുന്നില്ല? ഈ പറഞ്ഞ ക്രൈറ്റീരിയക്ക് മലയാളികൾ എന്നുള്ളത് ഒരു പ്രോമിനൻസ് തന്നെയായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മലയാളി വേണം എന്നില്ല, അങ്ങനെയൊന്നും ഞാൻ അതിനൊരു പ്രത്യേകിച്ചൊരു എന്താ പറയുക, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല. മലയാളി ഈ എൻ്റെ ഒരു വിഷയം നടന്ന സമയത്ത് വന്നതാണ്. മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഞാൻ എത്രയോ വർഷമായിട്ട് എത്രയോ സ്റ്റേജുകളിൽ ഇനോഗ്രൽ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയും ആളുകളെ കാണുകയും ചെയ്യുന്നതാണ്. അവിടെയൊന്നും ആർക്കും ഒരു പുരുഷനും ഇങ്ങനെയുള്ള ദാരിദ്ര്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ കയറി ഇരുന്ന് പറയാണ്, ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് പറയുന്നത് പുരുഷന്മാർക്കെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഒരു മെൻസ് അസോസിയേഷൻ തുടങ്ങി. അതിനെപ്പറ്റി ഭയങ്കര രസകരമായ കഥകളൊക്കെ വീണ്ടും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും എനിക്ക് കിടക്കാൻ താല്പര്യമില്ല. അതാരെയാണ് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നൊന്ന് ആലോചിക്കണം. സ്വന്തം കാര്യമാണ് ഇവർ പറയുന്നതെങ്കിൽ അത് യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇവിടെയുള്ള സമൂഹത്തിലുള്ള ആണുങ്ങളൊന്നും അങ്ങനെയല്ല. ഭയങ്കര മാന്യന്മാരായിട്ടുള്ള, പ്രോപ്പറായിട്ട് സ്ത്രീകളോട് പെരുമാറാൻ, മനുഷ്യരോട് പെരുമാറാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇതിൽ വളരെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രമാണ് ഈ രീതിയിൽ ഇതേ മനോനിലയുള്ള ആളുകൾ. സിനിമയിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾ എത്രയോ വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വിജയിനെയാണ്. വിജയ് ഫാനാണ്. അദ്ദേഹത്തിന് ഇതുവരെ എനിക്ക് നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള, പക്ഷെ നേരിട്ട് മീറ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല. അല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക അറ്റംപ്റ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി എനിക്ക്. മലയാള സിനിമയിൽ അങ്ങനെ ആരോടും ആരാധനയില്ലേ? എല്ലാവരോടും ഉണ്ട്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കണ്ട് വളർന്ന, അല്ലെങ്കിൽ
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്തു വെച്ചിട്ടുള്ള എത്രയോ ആളുകളാണ്. ലാൽ സാറ്, മമ്മൂക്ക, ഓൾമോസ്റ്റ് ഇവരോടൊക്കെ എല്ലാം ഒരു സീനിയർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോൾ ഇവരോടെല്ലാം ഭയങ്കര ആരാധനയും ബഹുമാനവുമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ, അതായത് ഒരു തുടക്കം, ഒരു ഇനീഷ്യേറ്റീവാണ് എടുത്തത് ഹണി. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം അറ്റാക്കൊക്കെ നടക്കുമ്പോൾ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള നിയമം വേണം, കുറച്ചും കൂടെ എളുപ്പമുള്ള നിയമം വേണം, അങ്ങനെ തോന്നിയിരുന്നു. വല്ലാത്തൊരു നൂലാമാലകളാണ് ഇതിൻ്റെ പിറകെ നടക്കേണ്ടി വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പലരും പറയാറുണ്ട് സൈബർ. തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും ഈ സൈബർ ക്രൈം. കാരണം നമ്മൾ ഇതിൻ്റെ പുറകെ കുത്തിയിരുന്നിട്ട് ഈ അതിൻ്റെ എന്താണ് ആ കോണ്ടന്റ് എടുത്ത് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഈസി ആയിട്ടുള്ളൊരു ജോബല്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരാൾ വന്ന് തെറി എഴുതുക അല്ലെങ്കിൽ വൃത്തിയുടെ പറയുക എന്ന് പറഞ്ഞാൽ ഇയാളെ കണ്ടുപിടിച്ച് ചിലപ്പോൾ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് കൊടുത്ത് ഇതൊന്നും നമ്മൾ ഭയങ്കര ഒരു ഈസി ആയിട്ട് ഇയാളെ പോയി പിടിക്കുക എന്നുള്ളൊരു അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു നിയമം ഇല്ല, ഓർ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് അതിൻ്റെ റിയാലിറ്റി തന്നെയാണ്. ഇപ്പം ഞാൻ പരാതിപ്പെട്ടപ്പോൾ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നിയമ സംവിധാനവും അതിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടും എനിക്ക് കിട്ടി എന്നുള്ളത് അതിൻ്റെ റിയാലിറ്റിയാണ്. പക്ഷേ അത് കിട്ടാത്ത ആളുകളുമുണ്ട്. അവർക്കും കൂടി ഒരു കൃത്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ സൈബർ ക്രൈംസിന് അതിന് ഏത് രീതിയിലുള്ള എന്താ പറയുക അതിനുള്ള പണിഷ്മെൻ്റ് ഏത് രീതിയിലാണെന്നുള്ളതും ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആവശ്യം. സംസ്ഥാന സർക്കാർ നൽകിയൊരു പിന്തുണ ഇതിനകത്ത് അത് വളരെ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴും പലരും വളരെ ജെന്യൂൻ ആയിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞു. ഇത്തരം പരാതികളുമായിട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇത്ര പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുകയോ ഈ കൾപ്രിറ്റ്സ് അകത്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഹണി റോസിനെ പോലെ ഒരാളായതുകൊണ്ട്, അങ്ങനെ ഒരു പ്രമുഖ നടിയായതുകൊണ്ടാണല്ലോ ഇത്തരം നടപടി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഹണി തന്നെ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആകണം എന്ന് ഒന്ന് പറഞ്ഞ് കേൾക്കണം എന്ന് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും. എനിക്കെന്താണ് പ്രത്യേകത? എനിക്കൊരു പ്രത്യേകതയുമില്ല. ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്. ഞാനൊരു പരാതിയായിട്ട് വന്നപ്പം അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അത് വേണ്ട രീതിയിൽ അതിൻ്റെ എന്താ പറയുക പ്രാധാന്യം കൊടുത്ത് അതിന് വേണ്ട നടപടി സ്വീകരിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ സന്തോഷം നമുക്ക് എല്ലാവർക്കും, ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ആളുമാണ്. തീർച്ചയായിട്ടും. ഏതായാലും ഈ ഹണി നടത്തുന്ന ഈ പോരാട്ടത്തിനൊപ്പമാണ് കേരളത്തിലെ എല്ലാ സ്ത്രീകളും, സ്ത്രീ അല്ലാത്ത ഈ സമൂഹം മുഴുവനും ഒപ്പം വളരെ ഏറ്റവും പാഷനായിട്ട് കാണുന്ന സിനിമയിൽ കൂടി ഹണിക്ക് കൂടുതൽ വിജയപടവുകൾ കയറാൻ കഴിയട്ടെ എന്ന് കൂടി അങ്ങനെ സംഭവിക്കട്ടെ. ഏറെ നന്ദി. താങ്ക് യു സോ മച്ച്.